ടീച്ചേഴ്സ് റോളിൽ ആദ്യത്തെ കാര്യമായിരുന്നു പ്രൊസീജിയർ ഫോർ റെസ്പോണ്ടിങ് ടു എ സ്റ്റുഡൻറ്റ് മിസ്കണ്ടക്ട്. രണ്ടാമത്തെ ഹെഡിങ് ആയിരുന്നു പ്രൊസീജിയർ ഫോർ എ മൈനർ മിസ്കണ്ടക്ട്. ആൻഡ് മൂന്നാമത്തെ സബ് ഹെഡിങ് ആണ് പ്രൊസീജിയർ ഫോർ എ സീരിയസ് മിസ്കണ്ടക്ട്. സോ കുട്ടി ഡിഗ്രി കൂടിയ ഒരു മിസ്കണ്ടക്ട് ലൈക്ക് കോളേജിൻ്റെ ഒരു പ്രോപ്പർട്ടി തല്ലിപ്പൊട്ടിക്കുകയാണ്, അല്ലെങ്കിൽ കോളേജിൻ്റെ ഒരു ഫാക്കൽറ്റീനെ ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വെർബൽ അബ്യൂസ് നടത്തുകയാണ്, ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള മിസ്കണ്ടക്ട് ഒരു കുട്ടി കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്കെതിരെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ വെർബൽ വാർണിങ്ങും അതുപോലെ തന്നെ ഫേസ്റ്റ് റിട്ടൺ വാർണിങ്ങും ഒന്നുമില്ല, നേരെ ഫൈനൽ റിട്ടൺ വാർണിംഗ് ആണ്. അതായത് ഈ കുട്ടീനെ പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യും. The principal will conduct an interview with the student. He will give an opportunity for the student to explain what happened. The principal will decide whether the misconduct has occurred or not. If it is decided that it is a misconduct, he will give the final written warning, which is given to the student as a clear notice stating what will happen if a similar misconduct is committed again. So ഇതാണ് സീരിയസ് മിസ്കണ്ടക്റ്റിലെ ആദ്യത്തെ പ്രൊസീജിയർ, വിച്ച് ഇസ് ഫൈനൽ റിട്ടൺ വാർണിംഗ്. രണ്ടാമത്തെ കാര്യമാണ് ഫർദർ ഡിസിപ്ലിനറി ആക്ഷൻ. ഫൈനൽ റിട്ടൺ വാർണിംഗിന് ശേഷവും ഈ കുട്ടി സിമിലർ മിസ്കണ്ടക്ട് എഗെയിൻ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ we will directly go to the further disciplinary action. So in the scenario of conducting a similar misconduct, the student will be subjected to the further disciplinary action, which is either a suspension or a dismissal. സോ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ അകത്ത് 2 സ്റ്റെപ്പ് മാത്രമേ സീരിയസ് മിസ്കണ്ടക്റ്റിലുള്ളൂ, വിച്ച് ഇസ് ഫൈനൽ റിട്ടൺ വാർണിംഗ് ആൻഡ് ഫർദർ ഡിസിപ്ലിനറി ആക്ഷൻ. So in few situations, we may take another action against the student, which is precautionary suspension. In certain situations where gross or serious misconduct is suspected, the management may need time to carry out a full investigation. In such circumstances, the student may be suspended pending a decision. So ഒരു കോളേജിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ ഇൻവോൾവ് ആയി എന്ന് കോളേജിന് സംശയമുണ്ട്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് സംശയമുണ്ട്, പക്ഷെ ഉറപ്പിച്ച് പറയാറായിട്ടില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കുട്ടീനെ ഡിസ്മിസ് ചെയ്യുന്നതിന് മുമ്പേ വി വിൽ ഗീവ് എ പ്രിക്കോഷണറി സസ്പെൻഷൻ. സോ പ്രിക്കോഷണറി സസ്പെൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാനേജ്മെൻറ്റിൽ ഒരു ഫുൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഏതൊക്കെ ആൾക്കാരായിരുന്നു ഈ ഒരു മിസ്കണ്ടക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ടൈം കിട്ടുന്നതിന് വേണ്ടി ആ ഒരു ഇൻസിഡൻറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും കോളേജിൽ നിന്നും മാറ്റി നിർത്തുന്ന പ്രൊസീജിയറാണ് പ്രിക്കോഷണറി സസ്പെൻഷൻ. ഒന്നുകൂടെ പറയാം. ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് where a serious or a gross misconduct is suspected to happen, the management need time to carry out a full investigation. So during this time, the students who are suspected to be involved in the misconduct may be suspended pending a decision. സോ ഫൈനൽ ഡിസിഷൻ വന്ന് ഇന്ന ആൾക്കാരാണ് ഇതിന് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നറിഞ്ഞു കഴിയുമ്പോൾ ആ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ ഡിസ്മിസ് ചെയ്ത് ബാക്കിയുള്ളവരെ തിരിച്ച് കോളേജിലേക്ക് വിളിക്കുകയായിരിക്കും ചെയ്യുക. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ ഫോർ എ സീരിയസ് മിസ്കണ്ടക്ട്. We will issue a final written warning. A further disciplinary action will be given. In few situations where the management needs time to decide, we will go for a precautionary suspension. അപ്പോൾ നമ്മൾ 3 ഹെഡിങ്സ് കണ്ടു ടീച്ചേഴ്സ് റോളിൽ. ആദ്യത്തേത് റെസ്പോണ്ടിങ് ടു എ സ്റ്റുഡൻറ്റ് മിസ്കണ്ടക്ട്, രണ്ടാമത്തേത് റെസ്പോണ്ടിങ് ടു എ മൈനർ മിസ്കണ്ടക്ട്, മൂന്നാമത്തേത് റെസ്പോണ്ടിങ് ടു എ സീരിയസ് ഓർ എ മേജർ മിസ്കണ്ടക്ട്. ഇനി അടുത്ത സബ് ഹെഡിങ് 3 അല്ല 4 ആണ്. നാലാമത്തെ സബ് ഹെഡിങ് ആണ് സ്പെസിഫിക് മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ ക്ലാസ് റൂം ഡിസിപ്ലിൻ. ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂമിലെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദ ഫസ്റ്റ് ഇസ്
ensure the classroom conditions appropriate to the lesson requirements have been prepared. സോ ഒരു ഡെമോൺസ്ട്രേഷനാണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ആ ഡെമോൺസ്ട്രേഷന് ക്ലാസ്സിൽ വേണ്ടതായിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്യണം. ആ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് എടുക്കാനായിട്ട് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ എഗെയിൻ ദ ഡിസിപ്ലിൻ ഓഫ് ദ ക്ലാസ് വോണ്ട് ബി മെയിൻറ്റെയിൻഡ്. The first step is ensure the classroom conditions appropriate to the lesson requirements has been already prepared. The next is proper seating arrangement of the students to ensure audibility and visibility. സോ പലപ്പോഴും നിങ്ങൾ ക്ലാസ്സിൻ്റെ പുറകിൽ മാറി മാറി ഇരുന്ന് ഫ്രണ്ട് ബെഞ്ചസ് ഒക്കെ ഒഴിച്ചിടുമ്പോൾ ക്ലാസ്സിൽ ഞാൻ വന്ന് ഫ്രണ്ടിലേക്ക് കയറ്റിയിരുത്താറില്ലേ? ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ദ ടീച്ചർ മീൻ. നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടുമല്ല. ഹിയർ I just mean to ensure that there is a proper seating arrangement in the class in order that the students will have proper audibility as well as visibility to the lessons which are taught. The next is prepare lesson thoroughly, maintain a positive learning environment. സോ ക്ലാസ്സിന് വേണ്ടി തീരെ പ്രിപ്പയർ ചെയ്യാതെ ഏതെങ്കിലും ഒരു സ്ലൈഡും പൊക്കിയെടുത്ത് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ എന്താ പറയുന്നതെന്ന് ടീച്ചറിന് ആദ്യമേ ഒരു പിടിപാടുണ്ടാവില്ല. അപ്പോൾ ഈ ടീച്ചർ എന്താ പറയണേ, ഈ ടീച്ചർ പറയുന്ന മൊത്തം തെറ്റാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളും വളരെ ലാഘവത്തോടെ ഇരിക്കും. സോ സച്ച് സിറ്റുവേഷൻസ് ഷുഡ് ബി അവോയ്ഡഡ്. എ ടീച്ചർ ഷുഡ് ബി വെൽ പ്രിപ്പയർഡ് ഫോർ ദ ക്ലാസ് ആൻഡ് ഷീ ഷുഡ് ഓൾവേസ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ലേണിംഗ് എൻവയൺമെൻറ്റ്. നെവർ ഡിമാൻഡ് ഇമ്പോസിബിൾ സ്റ്റാൻഡേർഡ്സ്. സോ പലപ്പോഴും ടീച്ചേഴ്സിൻ്റെ ആ ഒരു ഞങ്ങൾ +2 പഠിക്കുമ്പോൾ ഒരു ഫിസിക്സിൻ്റെ ടീച്ചർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്, അപ്പോൾ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ കൺസെപ്റ്റിൽ തിയറംസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം അത് സിമ്പിൾ, പുള്ളിക്കാരിയുടെ കൺസെപ്റ്റ് അങ്ങനെയാണ്. പക്ഷെ +2 പഠിക്കുന്ന പാവം ഞങ്ങൾക്ക് ആ ഒരു ബേസിക് അറിയില്ല. പക്ഷേ പുള്ളിക്കാരി ആ ബേസിക് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇതൊക്കെ സിമ്പിളല്ലേ കുട്ടികൾക്ക് അറിയാമെന്നായിരിക്കും ടീച്ചർ കരുതുക. സ്കിപ്പ് ചെയ്തിട്ട് നേരെ തിയറത്തിലേക്കായിരിക്കും പോവുക. ആൻഡ് വി വിൽ ബി ബ്ലാങ്ക്. എന്താണ് സംഭവിക്കുന്നതൊന്നും അറിയാതെ ഞങ്ങൾ 50 പേര് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും. സോ മെനി തിങ്സ് മേ ഹാപ്പൻ ലൈക്ക് സച്ച് ഇൻ ദ ക്ലാസ്. സോ നെവർ ഇമ്പോസിബിൾ സ്റ്റാൻഡേർഡ്സ്. സോ ടീച്ചറിൻ്റെ ആ ഒരു ലെവലിൽ കുട്ടികൾക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു വാശി പാടില്ല. നെവർ ഡിമാൻഡ് ഇമ്പോസിബിൾ സ്റ്റാൻഡേർഡ്സ്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ്: എൻഷുർ ദാറ്റ് ദ പ്രോപ്പർ ക്ലാസ് റൂം കണ്ടീഷൻസ് ആർ മെയിൻറ്റെയിൻഡ് ബിഫോർ ടേക്കിംഗ് എ ക്ലാസ്, എൻഷുർ ദാറ്റ് ദർ ഇസ് പ്രോപ്പർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, prepare lessons thoroughly, and never demand impossible standards. ഇനി അടുത്ത ഒരു ടാസ്ക് ആണ്, when the objective of a task is not obvious, explain its significance. It is difficult to maintain discipline when students are engaged in activities with incomprehensible ends. സോ നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുമ്പോൾ ആ ആക്ടിവിറ്റി എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ഈ ആക്ടിവിറ്റി കൊണ്ട് എന്താണ് ഫൈനലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അതിന് പകരം നിങ്ങൾ ഇന്ന കാര്യം ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, എന്താണ് ഇതിൽ നിന്നും കിട്ടേണ്ടത് എന്നൊന്നും അറിയാതെ അവർ ബ്ലാങ്ക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആൻഡ് അഗെയിൻ ദ ക്ലാസ് റൂം ഡിസിപ്ലിൻ വുഡ് ബി അഫക്റ്റഡ്. സോ സച്ച് സിറ്റുവേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. Always, whenever an activity is given, the objective of a task should be explained clearly with its significance so that the discipline of the class can be maintained. The next is know your class well. Teachers should be interested in interacting with the students. This enhances the teacher-student cooperation. The problems of behavior in the class can be minimized. സോ ഒരു ടീച്ചറിന് ഏറ്റവും വേണ്ട കാര്യമാണ് ടീച്ചറിൻ്റെ ക്ലാസ്സിനെ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. 50 പേര് ക്ലാസ്സിലുണ്ടെങ്കിൽ ആ 50 പേരും എങ്ങനെയാണ്, എന്തൊക്കെ കള്ളത്തരം ആരൊക്കെ കാണിക്കാം എന്ന് ടീച്ചറിന് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഒരിക്കലും തെറ്റ് സംഭവിക്കില്ല. അല്ലെങ്കിൽ ആ കുട്ടിയുടെ മൈൻഡ്